ഹായ് ഓൾ, ഇന്ന് നമുക്ക് സദ്യക്കുള്ള ഒരു പുളിശ്ശേരി അല്ലെങ്കിൽ മോര് കറി കാച്ചിയാലോ. അതിനായിട്ട് മോര് നല്ലതുപോലെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് തേങ്ങ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 അല്ലി വെളുത്തുള്ളി ജീരകവും കൂടെ അരച്ച് ചേർക്കണം. ഇനി കടുക് താളിക്കാനുള്ളത് ചെറിയ ഉള്ളിയും ഇഞ്ചി കൊത്തി അരിഞ്ഞതും കുറച്ച് ഒരു 2 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അരയ്ക്കാനെ കൊണ്ടുള്ള വെളുത്തുള്ളിയിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. ഈ നല്ല ജീരകത്തിൻ്റെ ഈ വെളുത്തുള്ളി അരച്ചിട്ടുള്ള ഒരു മണം ഉണ്ടല്ലോ, മോരുകറിക്ക് നല്ലൊരു ഫ്ലേവർ നൽകും. ഇനി തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഒരു ചട്ടി അടപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറവിനുള്ള വറ്റൽമുളക് ഉൾപ്പെടെയുള്ള കറിവേപ്പിലയും ബാക്കി പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം. ഇനി കടുക് ഒന്ന് വറക്കുന്ന ആ ഉള്ളിയെല്ലാം ഒന്ന് വാടി വരുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി നല്ലതുപോലെ ചൂടാവണം, കരിയരുത്. എങ്കിൽ മാത്രമാണ് മോരിന് ആ ഒരു മോരിൻ്റെ മുകളിൽ ഇങ്ങനെ ചിലർ പുളിശ്ശേരി വെക്കുമ്പോൾ മോരിൻ്റെ മുകളിൽ ഇങ്ങനെ മുളക് പൊങ്ങിക്കിടക്കും. അത് മുളക് പൊടി ചൂടാവാത്തത് കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ ഇട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ചൂടായാൽ മതി, ഇങ്ങനെ മൂപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ മുളക് പൊടി നമ്മുടെ മോര് കറിക്ക് എപ്പോഴും മൂപ്പിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് ഇടാവും. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ തേങ്ങയുടെ അരപ്പൊന്ന് വേവാൻ അടച്ചു വയ്ക്കാം. നമ്മുടെ മോര് കറിക്ക് ഏറ്റവും നല്ല ഫ്ലേവർ നൽകുന്നതാണ് ജീരകവും നമ്മുടെ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ആണെങ്കിൽ ചിലർ ഉലുവായിട്ട് കടുക് താളിക്കുന്നതിനകത്ത് ഇടാറുണ്ട്. ഞാൻ ഉലുവാപ്പൊടിയാണ് ഇട്ടത്. ഇപ്പോൾ ഈ അരപ്പ് നല്ലതുപോലെ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കുമ്പോൾ പാത്രത്തിൻ്റെ അടി കാണാം. ഇനി നമുക്ക് നമ്മൾ നല്ലതുപോലെ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മോര് എടുത്ത് അതിലോട്ട് ഒഴിക്കാം. സാധാരണ സദ്യക്ക് നമ്മളിങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ അരയ്ക്കുന്നത്. നല്ലൊരു ടേസ്റ്റുമുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് മാത്രം മോരൊഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടി വെക്കരുത്. കാരണം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മോര് അല്ലെങ്കിൽ നമ്മുടെ ഈ കറി അങ്ങ് പിരിഞ്ഞു പോകും. ഇനിയിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മോര് അല്ലെ പുളിശ്ശേരി ഒന്ന് കാച്ചിയെടുക്കാം. മോര് കാച്ചുക എന്നാണ് പറയുന്നത്. കാച്ചുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ തവി വെച്ചിട്ട് കോരി കോരി കാച്ചിയെടുക്കണം. കൂടുതൽ ചൂടാവരുത്, എന്നാൽ അത്യാവശ്യം ചൂടാകുകയും വേണം. ഇതാണ് മോര് കറിയുടെ അല്ലെ പുളിശ്ശേരിയുടെ ഒരു പരുവെന്ന് പറയുന്നത്. അതിന് ക്ഷമയോടെ അടുത്ത് നിന്ന് ഇളക്കിയാൽ ഇത് വെച്ചിട്ട് എങ്ങും പാല് തിളപ്പിക്കുന്നത് പോലെയാണ് മോര് കറി അല്ലെ പുളിശ്ശേരി വെച്ചിട്ട് എവിടെയും ദൂരെ പോകരുത്. അടുത്ത് നിന്ന് ഇങ്ങനെ ഇളക്കി ഇപ്പം അത്യാവശ്യം നല്ലൊരു ചൂട് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും ഈ കറി തിളയ്ക്കരുത്, എന്നാൽ നല്ലൊരു ചൂട് നമ്മൾ ആവി പറക്കണം. അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ മൺകലത്തിലോട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. പുളിയുള്ള ഒരു സാധനങ്ങളും നമ്മളൊരു മെറ്റൽ പാത്രങ്ങളിൽ സൂക്ഷിക്കരുതെന്ന് പറയുന്നത്. അലൂമിനിയം, സ്റ്റീല്, പ്ലാസ്റ്റിക് ഒന്നിലും ഇത് സൂക്ഷിക്കരുത്. ഇത് സദ്യയുടെ തലേ ദിവസം വെക്കുന്ന ഒരു കറിയാണ്. നമുക്കത് മൺകലത്തിലോട്ട് മാറ്റി അടച്ചു വയ്ക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്തായാലും ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.